നോക്കട്ടെ. എവിടെ ഇത് കാണാനല്ലോ. ചിക്കൻ ഫ്രൈ എടുക്കണ്ടോ? അത് എനിക്കെന്നെ തരില്ല. എനിക്കൊന്നും മതിയായി. ഒന്നും എടുക്കണ്ട, ഞാൻ തരൂല. അങ്ങനെ തന്നെ ബാഗ് ഓളെ ചാട. ഞാനും കൊണ്ടു ചിക്കൻ പൊരിച്ച്. എന്തൊരു സൗണ്ട് അവിടുന്ന്. ഈ സൗണ്ട് ഓഫീസ് കേൾക്കാലോ. എന്താ ഇവിടുന്ന് ഇത്ര സൗണ്ട്? അത് പിന്നെ മിസ് ഒന്നുമില്ല. എപ്പോഴും മറ്റുള്ള ടീച്ചേഴ്സിന് നിങ്ങളെ പറ്റി കുറ്റം പറയാൻ തന്നെ ഉള്ളൂ നേരം. ഇവിടെ ബാക്കി എത്ര ക്ലാസ് ഉണ്ട്? ഓലെ പറ്റിച്ചൊന്നും ഇത്ര കുറ്റം ഞാൻ കേട്ടിട്ടില്ല. ഇനി നിങ്ങളെ സൗണ്ട് കേൾക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ എല്ലാവരും പഠിച്ചില്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാൻ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യനും ചോദിക്കണ്ട വേണ്ട നിൽക്കുമ്പോൾ നിങ്ങൾ തലി കയറിയല്ലേ? ഇനി മുതൽ ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കാലോ അവിടെ. അത് വേണോ മിസ്സേ? വേണം. എന്താ വേണ്ടാന്ന്? താമരയുടെ പര്യായപദം എന്ത്? അബു പറഞ്ഞ. ഫസ്റ്റ് എന്നോട് തന്നെ. വെള്ളത്താമര, നീലത്താമര, എന്തൊക്കെയാണ് അബൂജി വിളിച്ചറിയണത്? ഇങ്ങനെയാണ് ഞാൻ എന്നെ പഠിപ്പിച്ചിരുന്നത്. അവിടെ ഇരിക്ക്, വേറെ പറയ്. ആ താമരയുടെ പര്യായപദം പറയേ. ഒക്കെ അങ്ങോട്ട് പഠിക്കാതെ ഇറങ്ങിക്കുക. എന്തിനാ നിങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരുന്നേ? അംബുജം, കമലം എല്ലാരും എഴുതി വെച്ചേ. ഓക്കെ മിസ്. ഇരിക്കാടെ. വിഷ്ണു, മലയാള മാസങ്ങളൊന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. എന്തൊക്കെയാണ് വിഷ്ണു ഈ പറയണത്? 12 മാസം വേണ്ടേ? അതിലെങ്ങനെ ഫെബ്രുവരി ഒക്കെ വന്നേ? എല്ലാം കൂടി 12 കിട്ടിയാ പോരെ? എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. ഒരൊറ്റ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എനിക്ക് തലവേദനയാണ്. അപ്പോഴും എന്റെ വർത്താനത്തിന് ഒരു കുറവില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു സബ്ജക്റ്റും പഠിക്കാൻ വയ്ക്കൂലേ? ഈ മലയാളം പോലും നിങ്ങൾക്ക് പഠിക്കാൻ വയ്ക്കൂലേ? ബാക്കി സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾ എങ്ങനെ പഠിക്കുക? ബാക്കി സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഇനി ഹിന്ദി എടുക്കാൻ കുറച്ചു നേരം. ഹിന്ദിയിൽ പേരെങ്ങനെ ചോദിക്കും? അബു പറഞ്ഞേ. അതും ഇന്നോട്. ക്യാന്ന് പറഞ്ഞാൽ എന്ത്? അപ്പൊ പേര്